ഡിബേറ്റ് വിത്ത് മാധു സജി. PM ശ്രീ ആഴത്തിൽ നോക്കണം, തെളിഞ്ഞു വരും ചില വഞ്ചനയുടെ ചിത്രങ്ങൾ. ഒരു കഥ സൊല്ലട്ടുമാ. രാജ്യത്ത് വലിയ പ്രക്ഷോഭം നടക്കുന്നു. ചെറുപ്പത്തിന്റെ തിളപ്പിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തെറിക്കുന്നു. ഏത് വിദ്യാഭ്യാസ മന്ത്രി? രാജ്യത്ത് NEP നടപ്പിലാക്കാൻ കേന്ദ്രവും RSSും ചുമതലയേൽപ്പിച്ച ധർമ്മേന്ദ്ര പ്രധാൻ. കടുത്ത രാഷ്ട്രീയ തിരിച്ചടിയേറ്റ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കേരളത്തിൽ നിന്നൊരു കുളിർത്തന്നൽ. NEPയുടെ പൈലറ്റ് പ്രൊജക്ടായ PM ശ്രീക്ക് പച്ചക്കൊടി. വേറൊരു കഥ പറയട്ടെ. പുനർജനിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായ അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഇന്നലെ പുറത്തുവരുന്നു. ആഭ്യന്തരമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുന്നു. രാഷ്ട്രീയ തീരുമാനമെന്ന വിമർശനവുമായി CPM രംഗത്തെത്തുന്നു. PM ശ്രീ തീരുമാനത്തോടെ ചർച്ചകൾ ആ വഴിക്കു കേന്ദ്രീകരിക്കുന്നു. ശുഭം. കഥ അവിടെ നിൽക്കും. കാര്യം പറഞ്ഞാൽ ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് നയവും നിലപാടും അറബിക്കടലിലെറിഞ്ഞ് നാണം കെടുന്നത്? UDF കൺവീനറുടെ ഇന്നത്തെ മലക്കം മറിച്ചിൽ കണ്ടാൽ തലയിൽ കൈവച്ചു പോകും. മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അല്ല, ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. UDF അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുമില്ല. ഇല്ലല്ല, പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. UDF MPമാർ കൈവെള്ളയിൽ വെച്ചു തന്ന പാർലമെന്റ് രേഖകൾ കൂടിയായപ്പോൾ കേമം. പറഞ്ഞു പറ്റിച്ചോ കേരളത്തെ? ചർച്ചയിൽ നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് കോൺഗ്രസിൽ നിന്ന്, ശ്രീ ജേക്സി തോമസ് CPMൽ നിന്ന്, ശ്രീ VM റഷാദ് MSFൽ നിന്ന്, ശ്രീ OK ജയകൃഷ്ണൻ AKSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, ശ്രീ N ശ്രീകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ. എല്ലാവർക്കും സ്വാഗതം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, മുൻ സർക്കാർ ഒപ്പുവെച്ചു പോയതുകൊണ്ട് ഇനി അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് മുഖ്യമന്ത്രി VD സതീശൻ അടക്കം കേരളത്തോട് പറഞ്ഞത്. PM ശ്രീ പദ്ധതിയിൽ എന്താണ് സർക്കാർ നിലപാട് എന്ന് ചോദിച്ചപ്പോൾ. പക്ഷെ ഇന്നും ഇന്നലെയുമായി നിങ്ങളുടെ MPമാർ തന്നെ വളരെ കൃത്യമായി പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുന്നു. രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാം എന്നു തന്നെയാണ് വ്യക്തമാക്കുന്നത്. പിന്മാറുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് PM ശ്രീ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നഷ്ടമാകും. MOU ഒപ്പിട്ട ശേഷം കേരളം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ല. PM ശ്രീയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാം എന്നതാണ് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരിയുടെ മറുപടി. അപ്പോൾ മുഖ്യമന്ത്രി അടക്കം സംസ്ഥാനത്തോട് പറഞ്ഞത് വാസ്തവ വിരുദ്ധമായ കാര്യമായിരുന്നോ? ഇതിനകത്ത് എന്താണ് വാസ്തവവിരുദ്ധമായ കാര്യം? ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇന്നലെയും ഇന്നുമായിട്ട് MPമാർ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ മറുപടി നമുക്ക് ലഭിച്ചിട്ടുമുണ്ടല്ലോ. ഇപ്പോൾ രാജ്യസഭയിൽ അബ്ദുൾ വഹാബ് ചോദിച്ച ചോദ്യം, അതിന് കേന്ദ്ര മന്ത്രി നൽകിയ മറുപടി എന്താണ്? സ്റ്റേറ്റ് ദാറ്റ് ഡു നോട്ട് സൈൻ ദ MOU ഓർ വിഡ്രോ ഫ്രം ദ സ്കീം സ്റ്റാൻഡ് ടു മിസ് ഔട്ട് ഓൺ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ PM ശ്രീ സ്കീം. ഇത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന് PM ശ്രീയിൽ നിന്നും പിൻവാങ്ങാൻ സാധിക്കും. എപ്പോഴാണ്? രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, MOU സൈൻ ചെയ്യുന്നതിന് മുൻപായിരുന്നെങ്കിൽ വിഡ്രോ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇവിടെ ഇപ്പോൾ MOU സൈൻ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. MOU സൈൻ ചെയ്തതിന് ശേഷമാണെങ്കിൽ എങ്ങനെയാണ് പിന്മാറാൻ കഴിയുന്നത്? അത് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റോ അവർ തീരുമാനിച്ചാൽ മാത്രം, അവർക്ക് മാത്രം ഒരു മാസത്തെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ 30 ദിവസത്തെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പിന്മാറാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത് എന്താണ് MOU? ആരാണ് MOU സൈൻ ചെയ്തത്? എന്തിനാണ് MOU സൈൻ ചെയ്തത്? അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണെന്ന് അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതിൽ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് LDF സർക്കാർ തന്നെയാണ് ഒപ്പുവെച്ചത്. അവർ തന്നെയാണ് അതിൽ നിന്ന് തൽക്കാലം അത് ഫ്രീസ് ചെയ്യുകയും ചെയ്തത്. ആ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തിന് ഇതിൽ നിന്ന് ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ പിന്നോട്ട് പോകാൻ കഴിയും. പഞ്ചാബ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ പിന്നോട്ട് പോകണമെങ്കിൽ 30 ദിവസത്തെ നോട്ടീസിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഞങ്ങൾ പിന്മാറാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് പിന്മാറണം എന്ന ഒരു കാര്യം അറിയിക്കണം. അങ്ങനെ നമ്മൾ അറിയിച്ചിട്ടുണ്ടോ? അതിന്റെ സാധ്യത നമ്മൾ ഇതിനു മുൻപ് തേടിയിട്ടുണ്ടോ? അങ്ങനെയല്ല മാധു. പിന്നെ എങ്ങനെയാണ് സർ? അല്ല മാധു, അതിലൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, കേന്ദ്ര ഗവൺമെന്റ്, ഈ മൂന്ന് ആളുകൾക്ക് മാത്രമാണ് MOU
തിരുത്താനോ റദ്ദു ചെയ്യാനോ പിൻവാങ്ങാനോ കഴിയുന്നത് എങ്ങനെയാണ്? 30 ദിവസത്തെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാതെ സംസ്ഥാന ഗവൺമെന്റിന് അതിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല. സംസ്ഥാന ഗവൺമെന്റ് ഓൾറെഡി ഒപ്പുവെച്ചു കഴിഞ്ഞു. ഒപ്പുവെച്ചതിന് ശേഷമുള്ള നമുക്ക് നോട്ടീസ് കൊടുക്കാമല്ലോ. നമുക്കല്ല കേന്ദ്ര ഗവൺമെന്റിന്. കേന്ദ്ര ഗവൺമെന്റ് അല്ലേ നോട്ടീസ്? കേരളം പിന്മാറിക്കോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അതിന് താല്പര്യം അറിയിക്കണ്ടേ? ഞങ്ങൾക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് നമ്മൾ അറിയിക്കുമ്പോഴാണല്ലോ കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുക. നമ്മൾ അങ്ങനെ ഒരു താല്പര്യം അറിയിച്ചിട്ടുണ്ടോ? അതോ ഇതിൻ്റെ അകത്ത് 1-2 കാര്യങ്ങളുണ്ട്. എപ്പോഴാണ് നമ്മൾ താല്പര്യം അറിയിക്കേണ്ടത്? ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വഹാബ് ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഒരു മറുപടി ലഭിച്ചിട്ടുണ്ട്. എന്താണ് വഹാബ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത്? ഇത് ഫ്ലെക്സിബിൾ ആണ്. ഇത് നമ്മുടെ ഇതിൽ MOUവിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് സംസ്ഥാന ഗവൺമെന്റിന് വേണമെങ്കിൽ അതിൽ നിന്ന് പിന്മാറാവുന്ന, നമുക്ക് വേണ്ട തീരുമാനങ്ങൾ മാറ്റാവുന്നതാണ്. ഏത് രീതിയിലാണ് നമ്മുടെ കരിക്കുലം തീരുമാനിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൽ ഫ്ലെക്സിബിൾ ആണ്. ഞാനത് എടുക്കുകയാണ്, ചോദ്യത്തിന് ഉത്തരം എടുക്കുകയായിരുന്നു. അപ്പോൾ ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ് വഹാബിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴെന്താണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാമല്ലോ, സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂവേഷനാണ്. MOU സൈൻ ചെയ്ത CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് MOU സൈൻ ചെയ്ത് മുമ്പോട്ട് പോയ സാഹചര്യത്തിൽ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. MOU സൈൻ ചെയ്യുമ്പോൾ ഒരു ഉപസമിതി ഉണ്ടാക്കി, മന്ത്രിമാരുടെ ഒരു ഉപസമിതി ഉണ്ടാക്കി. അത് കൂടിയിട്ടില്ല, അതിൻ്റെ അകത്തൊരു തീരുമാനമുണ്ടായിട്ടില്ല. CPIയെ അവർ പറഞ്ഞു പറ്റിച്ചു. ഒരു ഘടകകക്ഷി പോലും എന്നാൽ അവരോട് പറയാതെ ലോ മിനിസ്റ്ററുടെ ശരി ഞാൻ അതിലേക്ക് വരുന്നില്ല പറയട്ടെ അതിലേക്ക് തന്നെ വരുന്ന പിന്മാറാൻ കഴിയുമോ? അതിലേക്ക് തന്നെ വരുന്ന പക്ഷേ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. അത്തരത്തിൽ MOUവിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതൊരു കണ്ടിന്യൂവേഷനാണ്. കഴിഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് അത് ഒപ്പുവെച്ചു എന്നുള്ളത് സാങ്കേതികമായ ഒരു തുടർ പ്രക്രിയയാണ് എന്നുള്ളത് കൊണ്ട് CPMന്റെ സർക്കാരായിരുന്നു, ഞങ്ങളിപ്പോൾ കോൺഗ്രസിന്റെ സർക്കാർ, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുന്നു എന്ന MOUവിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഒരിക്കൽ MOU ഒപ്പുവെച്ചാൽ PMC നടപ്പിലാക്കണം. ഞാൻ അതിലേക്കാ വരുന്നത്. അല്ല ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇത് തുടർ പ്രക്രിയ ആയതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പിന്നെ എന്താണ് ഇതിന്റെ റെമഡി? അതാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്, UDF ചെയ്തിരിക്കുന്നത്. ഞങ്ങളൊരു ഉപസമിതിയെ വെച്ചിരിക്കുകയാണ്. സംസ്ഥാന പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി M. ജോൺ, M. ലിജു, വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള ഒരു മന്ത്രിമാരുടെ സമിതി വെച്ചിട്ടുണ്ട്. ഇത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്, സംസ്ഥാന ഗവൺമെന്റിന് ഫ്ലെക്സിബിൾ ആയിട്ട് കരിക്കുലത്തെ കുറിച്ച് തീരുമാനിക്കാൻ കഴിയും എന്നുള്ളത് ആലോചിക്കാൻ ഒരു ഉപസമിതി വെച്ചിരിക്കുന്നു. ഇത് CPM വെച്ച പോലത്തെ ഉപസമിതിയല്ല. ഇത് കൂടി ആലോചിച്ചതിന് ശേഷം ആണ് UDFിലേക്ക് ഇത് വരുന്നത്. UDFിലേക്ക് ഇപ്പോൾ ചർച്ച വന്നിട്ടില്ല. ഇപ്പോൾ അടൂർ പ്രകാശിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, UDFിലേക്ക് വന്നിട്ടില്ല. ഈ ഉപസമിതി ചർച്ച ചെയ്തതിന് ശേഷം അത് UDFിൽ ചർച്ച ചെയ്യും. ഇത് ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ചലഞ്ച് പോകും എന്ന് അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞത് എന്തിനാണ്? അല്ല, മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോൾ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഈ MOU എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് വെച്ചത് ഒറ്റയടിക്ക് UDFിന്റെ ഗവൺമെന്റ് വരുമ്പോഴേക്കും അത് ക്യാൻസൽ ചെയ്ത് പോകാൻ കഴിയില്ല. ഇനിയും നമ്മൾ എന്ത് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ഒരു കാര്യം പറയാം. സമർപ്പിക്കുന്നതിന് മുൻപ് UDF യോഗത്തിന് ശേഷം UDF കൺവീനർ ഇതുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ്? UDF യോഗത്തിൽ ഇത് ചർച്ച ചെയ്തിട്ടില്ല. UDF യോഗത്തിൽ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മന്ത്രിമാരുടെ ഉപസമിതി റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ അത് UDFിലേക്ക് വരികയുള്ളൂ. അതാണ് എൻ്റെ അറിവ്. ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന കരിക്കുലം, കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന നയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ തയ്യാറാകില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. UDF യോഗത്തിൽ ചർച്ച ചെയ്യാത്തൊരു വിഷയം UDF യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്തിനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നത് ഒന്ന്. മുന്നോട്ട് പോകും എന്ന് പറഞ്ഞത് എന്തിനായിരിക്കും?
ഈ അടൂർ പ്രകാശ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യാനാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമല്ല നമ്മൾ PMCയെ കുറിച്ച് സംസാരിച്ചു, PMC സർക്കാർ നിലപാടിനെ കുറിച്ച് സംസാരിച്ചു, UDF തീരുമാനത്തെ കുറിച്ച് വന്നപ്പോഴാണ് UDF കൺവീനറിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു വിലയുമില്ലേ? ഈ അടൂർ പ്രകാശ് ഇന്ന് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യമാണോ ഇന്ന് പറഞ്ഞത്? അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതാണ് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ കുറിച്ച്. അല്ല പറയട്ടെ. അല്ലല്ല അവന്റെ എന്റെ കുറ്റമാണോ? എന്റെ കുറ്റമാണോ? ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ഞാൻ ചോദിച്ചത്. അല്ല പറയട്ടെ, ഞാൻ പറയട്ടെ. അല്ലല്ല ഈ PM ശ്രീയെ കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നിട്ട് താങ്കൾ അടൂർ പ്രകാശിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അടൂർ പ്രകാശ് ഇന്ന് അത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞതിനെ കുറിച്ച് താങ്കൾ പറയുന്നില്ല. അത് PM ശ്രീയെ കുറിച്ച് അല്ലെന്നേ, PM ശ്രീയെ കുറിച്ച് അദ്ദേഹം ഇന്ന് പറഞ്ഞത് താങ്കൾ എന്താ പറയാത്തത്? അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം ഇന്ന് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് ഒരു ദിവസം കഴിയുമ്പോൾ പിന്നെ അതെ, UDFന്റെ തീരുമാനവും UDFന്റെ അഭിപ്രായവും കോൺഗ്രസിന്റെ അഭിപ്രായമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസിന്റെ നിലപാട് ഞാൻ പറയാം. കോൺഗ്രസിന്റെ നിലപാട് മന്ത്രിമാരുടെ മന്ത്രിസഭയുടെ ഉപസമിതിയുടെ ചർച്ചയ്ക്ക് ശേഷം അവരെടുക്കുന്ന തീരുമാനം UDFൽ ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമേ ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം തീരുമാനിക്കുകയുള്ളൂ. ഒരു കാര്യം ഞാൻ വളരെ ക്ലാരിഫൈ പറയാം. ഒരു തരത്തിലുള്ള അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, അതിനു മുൻപ് ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് വിപുലീകൃത UDF യോഗം ചേരുന്നതിന് മുൻപ് ആദ്യത്തെ UDF യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം വിളിച്ച് UDF കൺവീനർ ഇതിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത് എന്തിനാണ്? ഞാനൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ചോദിക്കുന്നത് എന്തിനാണ്? ഇത് അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ടാണെങ്കിൽ ഞാനൊരു മറുപടി പറയാം. സർക്കാർ എന്ന് പറയുന്ന ഒരു തുടർ പ്രക്രിയയാണ്. ഞാൻ അതാ തുടക്കത്തിൽ പറഞ്ഞത്. ആ തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഒരു MOU ഇവിടെ നിലവിലുണ്ട്. ആ MOUമായിട്ട് ഇപ്പോ വിഡ്രോ ചെയ്യാൻ ടേംസ് അനുവദിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അതാണ്, വിഡ്രോ ചെയ്യാൻ ടേംസ് അനുവദിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതവിടെ നിൽക്കട്ടെ. എന്തിനാണ് രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നതിന്? അല്ലല്ല, പിന്നോട്ട് പോകാം എന്നല്ല കേട്ടോ, അത് താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനല്ല. MOU ഒപ്പിടുന്നതിന് മുൻപാണെങ്കിൽ മാത്രമാണ് അത്തരത്തിൽ ചെയ്യാൻ. ഞാൻ അത് വായിച്ചു കേൾപ്പിച്ചല്ലോ. MOU ഒപ്പുവെച്ച എല്ലാ സംസ്ഥാനങ്ങൾക്കും PMC നടപ്പിലാക്കണമെന്നില്ല. പഞ്ചാബ് ഇതിനു മുൻപ് പിന്നോട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല, ഈ നോട്ടീസ് 30 ദിവസത്തെ നോട്ടീസിന് പ്രകാരം കേന്ദ്ര സർക്കാരിന് നമ്മൾ താല്പര്യം അറിയിക്കുകയാണ് എങ്കിൽ അത് വിഡ്രോ ചെയ്യാൻ കഴിയും കേന്ദ്ര സർക്കാരിന്. നമ്മൾ അങ്ങനെ ഒരു താല്പര്യവും അറിയിച്ചിട്ടില്ല. നമ്മളത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ സംസാരിച്ചിട്ടുണ്ട്. മാധു അത് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുക. അല്ല മാധു അത് ഇനി പഠിച്ചിട്ടാണോ പറയുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം മാധു വീണ്ടും അത് പഠിച്ചത് പറയൂ. ഇത് വിഡ്രോ ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റിനല്ല കഴിയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നത് തന്നെയാണ് അതിന്റെ പ്രൊവിഷൻ. അങ്ങും അതിൽ പഠിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ നമ്മൾ താല്പര്യം അറിയിക്കണം. കേന്ദ്ര സർക്കാരിന് 30 ദിവസത്തെ നോട്ടീസ് വെച്ച് അതിൽ നിന്ന് പിന്മാറാൻ കഴിയും. അതായത് MOU ഒപ്പ് വെച്ചാൽ നടപ്പിലാക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നതാണ്. MOU വെച്ച എല്ലാ സംസ്ഥാനങ്ങളും PMC നടപ്പിലാക്കിയിട്ടുമില്ല. ആകെ MOU വെക്കാതിരുന്ന ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. അവർ ആ പരിസരത്ത് പോയിട്ടില്ല എന്നതാണ്. കേരളം അതിൽ നിന്ന് അത് ഫ്രീസ് ചെയ്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ട്. തമിഴ്നാട് MOU ഒപ്പുവെച്ചില്ല എന്നതുകൊണ്ടാണ് അവർക്ക് സുപ്രീം കോടതിയിൽ പോകാൻ കഴിഞ്ഞത്. നമ്മളല്ല CPMന്റെ ഗവൺമെന്റ്. അങ്ങനെ നമ്മളെന്ന് പറയല്ലേ, ഇത് ഒപ്പുവെച്ചത് CPMന്റെ ഗവൺമെന്റ് ആണ്. കള്ളക്കളി കളിച്ചിട്ടാണ് സർക്കാർ തുടർച്ചയാണെന്ന് അപ്പോൾ നമ്മളല്ലേ അത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് വരികയാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. പറയാതെ പോകുന്ന ഒരു കാര്യം എന്തിനാണ് പ്രകാശ് പറഞ്ഞത് എന്ന കാര്യമാണ്. അങ്ങേക്ക് അതിൽ മാത്രം മറുപടിയില്ല. അല്ലല്ല, അതിന് മറുപടി ഉണ്ടല്ലോ. മറുപടി ഞാൻ പറഞ്ഞല്ലോ. താങ്കൾ വീണ്ടും ചുറ്റിക്കളിച്ച് ഇപ്പുറത്തോട്ട് വരുവാണല്ലോ. ഞാൻ പറഞ്ഞത്, അടൂർ പ്രകാശ് പറഞ്ഞത് ഈ MOU എന്ന് പറയുന്നത് വിഡ്രോ ചെയ്യാൻ കഴിയാത്തതിന്റെ സാങ്കേതികമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ MOU ഒപ്പുവെച്ചത് ആരാണെന്നേ? MOU ഒപ്പുവെച്ചത് കോൺഗ്രസ് ഗവൺമെന്റ് അല്ല, അത് CPM ഗവൺമെന്റ് ആണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചുകൊണ്ട് അതുമായി നമ്മൾ മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവരുടെ മന്ത്രിമാർ എന്നാണ് പറഞ്ഞത്. ഇനി പോകട്ടെ, മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല, പറഞ്ഞു വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം പറയാം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോഴോ
മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രൊഡ്യൂസർ അത് ഒന്നുകൂടി പ്ലേ ചെയ്യൂ. ആ മുന്നോട്ട് അല്ല, പോകും എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ കളിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് അവിടെയാണ് ഇരട്ടത്താപ്പ്. അതുകൊണ്ടാണ് അവിടെ ചുറ്റി കളിക്കുന്നത്. മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അല്ല, ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. UDF അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുമില്ല. ഇല്ല, പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഒന്ന് PM ശ്രീയിലുള്ള U-ടേൺ, രണ്ട് ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞതിൽ UDF-ൽ കടുത്ത വിമർശനം, PK കുഞ്ഞാലിക്കുട്ടി അടക്കം പുറത്തു വന്ന് നിശിതമായ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. അതിനുശേഷം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ്? ഇതിലേതാണ് വിശ്വസിക്കുക? ശ്രീ ജയ്ക്ക് കേൾക്കാമെങ്കിൽ. ഇപ്പോഴാണ് ചോദ്യം കേട്ടത്. അതായത് എനിക്ക് സത്യസന്ധമായി ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന, എനിക്ക് വ്യക്തിപരമായിട്ടല്ല, എനിക്ക് തോന്നുന്നു ഈ ചർച്ച ശ്രദ്ധിക്കുന്ന ലോകമെങ്ങുമുള്ള മലയാളി പ്രേക്ഷകർക്ക് കോൺഗ്രസിന്റെ ബഹുമാന്യയായ പാനലിസ്റ്റിനോട്, കോൺഗ്രസിന്റെ പ്രതിനിധിയോട്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളോട് സത്യസന്ധമായി സഹതാപം തോന്നാനാണ് സാധ്യത. കാരണം അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട്. ഈ കാര്യത്തെ എങ്ങനെയാണ് ഒന്ന് ജസ്റ്റിഫൈ ചെയ്ത് രക്ഷിച്ചെടുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച്. ദൗർഭാഗ്യവശാൽ ഇന്ന് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മുടെ സംവാദത്തിൽ വരാൻ വിധിക്കപ്പെട്ടയാൾ ബഹുമാനിയായ എറണാകുളത്തു നിന്നുള്ള കോൺഗ്രസ് നേതാവാണെന്ന് മാത്രം. എറണാകുളത്തിനും കൊച്ചിക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അറബിക്കടലിന്റെ റാണി എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് UDF നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി അറബിക്കടൽ എന്ന് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്നിരുന്നാലും അറബിക്കടൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ UDF-കാർക്കും ഇപ്പോൾ ഒരല്പം അരിശം കൂടും. എന്നിട്ടരിശം തീരാത്തവൻ ആ പുരയുടെ ചുറ്റും മുണ്ടി നടന്നു എന്ന് പറയുന്ന പഴയ വാചകം നമുക്ക് പലപ്പോഴും ഓർക്കേണ്ടതായിട്ട് വരും. കാരണം തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് എന്താക്കുമെന്നായിരുന്നു ഇവരുടെ നേതാക്കന്മാർ മാറി മാറി പറഞ്ഞത്. ഞാനിപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടി എന്നോണം ഇവർ ഉദ്ധരിക്കാൻ ശ്രമിച്ച പാർലമെന്റ് മെമ്പർമാരുടെ ചോദ്യാവലികളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ മറുപടി അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കാനും വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ശേഷിയുള്ള ലോകമെമ്പാടുമുള്ള മുഴുവൻ ആളുകൾക്കും അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ നേതാവായിട്ടുള്ള എറണാകുളം ജില്ലയിലെ രാജ്യസഭാ മെമ്പർ, മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ആദരണീയനായ അബ്ദുൽ വഹാബ്, ഇവരോടൊക്കെയുള്ള ചോദ്യത്തിന് യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയന്ത് ചൗധരി പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിന്റെ രത്നച്ചുരുക്കം എന്താണ്? കേരളം PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് നൽകേണ്ട സ്കൂളുകളുടെ പട്ടികയിൽ ഒരു സർക്കാർ സ്കൂൾ പോലും കേരളം നൽകിയിട്ടില്ല എന്നത് മാത്രവുമല്ല, ഇപ്പൊ പഞ്ചാബിനെയൊക്കെ സംബന്ധിച്ചുള്ള ചോദ്യവും മറുപടിയുമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അബ്ദുൽ വഹാബിന് നൽകിയ ചോദ്യത്തിന്റെ മറുപടിയിൽ ജയന്ത് ചൗധരി വ്യക്തമാക്കുന്നത് എന്താണ്? അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം ഇപ്രകാരമാണ്: ദ യൂണിയൻ മിനിസ്റ്റർ ക്ലാരിഫൈഡ് ദാറ്റ് സ്റ്റേറ്റ് ഡോണ്ട് സൈൻ ദ MOU ആൻഡ് വിഡ്രോ ആഫ്റ്റർ സൈനിങ് വിൽ നോട്ട് ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ദ സ്കീം. എന്താണ്? സൈൻ ചെയ്യാത്ത സംസ്ഥാനങ്ങളും സൈൻ ചെയ്ത് അതിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനങ്ങൾക്കും ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. എന്താണ്? PM ശ്രീ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ആ സംസ്ഥാനത്തിന് ലഭിക്കില്ല. പറയുന്നത് ആരാണ്? പറയുന്നത് CPIM അല്ല, ഇടതുപക്ഷമല്ല. പറയുന്നത് യൂണിയൻ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള ജയന്ത് ചൗധരി എന്ന മന്ത്രിസഭാ അംഗം, ക്യാബിനറ്റ് റാങ്ക് പദവി അലങ്കരിക്കുന്നയാൾ അങ്ങയുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാർക്ക് മാറി മാറി നൽകിയ മറുപടിയിലാണ് സംശയങ്ങൾക്കിടമില്ലാത്തവണ്ണം ഇത് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, എത്ര ഉദാഹരണങ്ങളുണ്ട്. ഇവരാരെയാണ് പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? തങ്ങൾ അധികാരത്തിൽ വന്നാൽ RSS ഡീലിന്റെ ഭാഗമായി എന്ന് തെരഞ്ഞെടുപ്പ് വേദിയിൽ ഏത് മുക്കിലും മൂലയിലും പ്രചരണം നടത്തിയ സംഘമായിരുന്നില്ലേ ഇവർ? അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞവരായിരുന്നില്ലേ ഇവർ? 10,000 കോടി കിട്ടിയാലും പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയെ മാതൃകയാക്കണം. ലീഗിന്റെ നേതാവിന്റെ പ്രതികരണം അന്തസ്സോടുകൂടെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. ബംഗാൾ മുഖ്യമന്ത്രി നോക്കിയിട്ട് അദ്ദേഹം എന്താ ഇവിടെ നിന്ന് പറയുന്നത്? ഒന്നെങ്കിൽ പെണ്ണാകണം അല്ലെങ്കിൽ ആണാകണം. ഇത് രണ്ടുമില്ലാതെ യഥാർത്ഥത്തിൽ ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ അപമാനിക്കുന്ന പ്രതികരണമാണ് അന്ന് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഇവരൊക്കെ കൊണ്ടു നടക്കുന്ന UDF നേതാക്കന്മാർ, സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള PMA സലാമും മറ്റും നടത്തിയത്. ഇപ്പോൾ ആ മറുപടിയും ചോദ്യമൊന്നും ഞാൻ ഉദാഹരിക്കുന്നില്ല. ഇപ്പോൾ എത്രയോ തവണ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത ബോധ്യപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 2026 മെയ് മാസം 8-ാം തീയതി നമ്മുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക്, യൂണിയൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള സെക്രട്ടറി കത്തയച്ചല്ലോ. ആ കത്തിലെ പ്രസക്തമായ ഒരു ഭാഗം എന്താണ്? ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ MOU ഹാഡ് ബീൻ കെപ്റ്റ് ഇൻ അബൈൻസ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള. അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എത്ര പറഞ്ഞാലും ചില ആളുകൾക്ക് മാത്രം ബോധ്യപ്പെടില്ല എന്നുള്ളത്
നമ്മുടെ ആരുടെയും കുഴപ്പമല്ല. അവർ എത്തിച്ചേർന്നിട്ടുള്ള അധപ്പതനത്തിന്റെ ആഴമാണ്, അതിന്റെ ദുരന്തത്തെയാണ് നമ്മളുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. ഇവരിത് തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ചോദിക്കുന്നതാണ് ശ്രീ ജേക്കബ്. ഇപ്പോ ഈ വഹാബി MP പാർലമെന്റിൽ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് അതിൽ അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതിന്റെ അവസാനത്തെ സെന്റൻസ് പറയുന്നത് സ്റ്റേറ്റ്സ് ദാറ്റ് ഡു നോട്ട് സൈൻ ദ MOU ഓർ വിത്ഡ്രോ ഫ്രം ദ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ വിത്ഡ്രോ ചെയ്യാൻ കഴിയും എന്നുള്ളതാണല്ലോ. അങ്ങനെ വിത്ഡ്രോ ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തിനാണ് വിത്ഡ്രോ ചെയ്യാതെ ഈ PMCയിൽ ഒപ്പുവെച്ച MOU അത് കെപ്റ്റ് ഇൻ അബെയൻസ് എന്ന നിലയ്ക്കാകട്ടെ എന്ന് കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചത്? ആ തീരുമാന സാഹചര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. സ്വാഭാവികമായി മന്ത്രിസഭയിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, അതിന്റെ തുടർച്ചയിലാണല്ലോ അന്നത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, എന്റെ ഓർമ്മ ശരിയെങ്കിൽ U വാസുകി, അവരാണ് സഞ്ജയ് കുമാർ എന്ന് പറയുന്ന യൂണിയൻ ഗവൺമെന്റിലെ വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കത്തയക്കുന്നത്. അത് പൊടുന്നനെയുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? അത് SSK ഫണ്ട് സ്വീകരിക്കാൻ 1152 കോടിക്ക് മേലെയുള്ള SSK ഫണ്ട് PMC പദ്ധതിയിൽ ഒപ്പിടാത്തതിനെ തുടർന്ന് കേരളത്തിന് അർഹതപ്പെട്ട പണം യൂണിയൻ ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിലേക്കാണ് അത് ഒപ്പിടുന്നതിലേക്ക് പോയത്. പക്ഷേ പിന്നീട് ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ കൂടെ പരിണിത ഫലം എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു? അടിയന്തര നടപടി എന്നതുപോലെ സർക്കാർ സ്വീകരിക്കുന്നു. കെപ്റ്റ് ഇൻ അബെയൻസ് താൽക്കാലികമായി മരവിപ്പിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. LDF സർക്കാർ കെപ്റ്റ് ഇൻ അബെയൻസ് എന്ന് യൂണിയൻ ഗവൺമെന്റിനോട് പറയാൻ കാണിച്ച അത്രയും മനോഭാവമെങ്കിലും, ആ രാഷ്ട്രീയ കരുത്തെങ്കിലും എന്തേ അതിനെതിരെ സമരം ചെയ്ത് അധികാരത്തിൽ വന്നു എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിനും UDF-നും ലീഗിനുമില്ല? എന്തേ അതിനെങ്കിലും കാണിച്ച ഒരു രാഷ്ട്രീയ അന്തസ്, അതിനെങ്കിലും കാണിച്ച ഒരു കരുത്ത് എന്തേ നിങ്ങൾക്കാർക്കും ഇപ്പോ ഇല്ല? LDF യൂണിയൻ ഗവൺമെന്റിനോട് സ്വീകരിച്ച കെപ്റ്റ് ഇൻ അബെയൻസ് എന്ന 3 വാക്ക് പറയാൻ നിങ്ങൾക്ക് ആർജവമുണ്ടോ? അതിനുള്ള അന്തസ് നിങ്ങൾക്കുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഓരോ പ്രതികരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. തദ്ദേശ വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ അറബിക്കടലിനെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയ ആളല്ലേ? അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ എന്ന് ചോദിക്കുമ്പോഴോ തിരിച്ചാ മാധ്യമപ്രവർത്തകർ തട്ടിക്കേറുകയാണ്. അറബിക്കടൽ എന്ന് കേട്ടാൽ ഹാലിളകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളം ഇത് കാണുകയാണ്. എന്നിട്ടോ ഒറ്റക്കാരി കൂടെ പറയാൻ അങ്ങനെ അനുവദിക്കണം. ഇതിന് കാരണമായി പറയുന്നത് എന്താണ്? ഗവൺമെന്റ് തുടർച്ചയാണ് അല്ലെ? സ്വീകാര്യമായ കേൾക്കുമ്പോൾ നമുക്കൊക്കെ സ്വീകാര്യമായ ഒരു വാക്കും ഒരു പ്രയോഗവും ഒക്കെയാണ്. സർക്കാർ സ്വീകാര്യതയാണ്. ആ സ്വീകാര്യത എന്തേ നിങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലില്ല? ആ സ്വീകാര്യത എന്തേ നിങ്ങൾക്ക് കെ ഫോൺ പദ്ധതിയിലില്ല? നിങ്ങൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷനില്ല? ഡോക്ടർ വാസുകി IAS ഇത് ഇങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നത് 12/11/2025 നമുക്ക് ഇലക്ഷൻ നടക്കുന്ന കാലമൊക്കെ ഒരു 3 മാസമെങ്കിലും സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞങ്ങളൊന്ന് ഫ്രീസ് ചെയ്തു. പക്ഷെ ആ സർക്കാർ അവസാനിക്കാൻ പിന്നെയും സമയമുണ്ടായിരുന്നു. ഏറ്റവും കൃത്യമായൊരു തീരുമാനമല്ലേ ഞങ്ങൾ PMCയിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു എന്ന രാഷ്ട്രീയ പ്രഖ്യാപനം നടത്താൻ കാരണം തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് മുഴുവൻ വിമർശനം PMCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അപ്പോഴും അങ്ങനെ ഒന്ന് ചെയ്തു കളയാം. ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യം ചെയ്യാൻ കഴിയുന്ന രീതി എന്ന നിലയ്ക്ക് അതൊന്ന് ഫ്രീസ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെയും സമയമുണ്ടായിരുന്നല്ലോ JK. പിന്നെ അതിനുശേഷം എത്ര കത്തിടപാടുകൾ നടന്നു അങ്ങയുടെ ഓർമ്മയിലില്ലേ? അങ്ങയുടെ ശ്രദ്ധയിലില്ലേ? സ്കൂളുകളെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ജില്ലാടിസ്ഥാനത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി, സംസ്ഥാനാടിസ്ഥാനത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഇതൊക്കെ രൂപീകരിച്ചിട്ടാണല്ലോ. അതിലേക്കൊന്നും സർക്കാർ കടന്നുപോയിട്ടില്ലല്ലോ. സർക്കാർ നടത്തിപ്പിനെ സംബന്ധിച്ച മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. എന്തുകൊണ്ട് അതായത് വിഡ്രോ ചെയ്യാം എന്നൊരു കാര്യം ഇപ്പോൾ പാർലമെന്റ് കത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ കോൺഗ്രസിനെതിരെ വലിയ ആയുധം. അങ്ങനെയാണെങ്കിൽ വിഡ്രോ ചെയ്തുകൂടായിരുന്നോ എന്നാ ഞാനും ചോദിക്കുന്നത്. അതിന്റെ ആദ്യപടിയുള്ള നിലയിൽ തന്നെയല്ലേ ഇത് പറയുന്നത്? കാരണം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് സർക്കാർ പിന്നീട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ കേരളം ചിലപ്പോൾ കേരളത്തിന് ഇതിലൊരു താല്പര്യമില്ല, ചിലപ്പോൾ അവർ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്ന് പറയുന്നത്. അത് കേന്ദ്രത്തിന് അപ്പോഴും വിശ്വാസമുണ്ടായിരുന്നു കേരളം തിരിച്ച് ഈ പദ്ധതിയിലേക്ക് ഇത് ആക്റ്റീവായിട്ട് വരും എന്നുള്ളൊരു കാര്യം. നമ്മൾക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാമായിരുന്നു. ഇതിന്റെ ആദ്യപടി ഇന്നത് ചെയ്തിരിക്കണം എന്നൊന്നും മാനദണ്ഡത്തിൽ എവിടെയും പറയുന്നില്ല. മാനദണ്ഡത്തിൽ എവിടെയും പറയുന്നുണ്ട് അവകാശവാദവും ഞാൻ ഉന്നയിച്ചിട്ടില്ല. സ്വാഭാവികമായി സർക്കാർ ഒപ്പിട്ടൊരു പദ്ധതി ഒപ്പിട്ട് പിറ്റേ ദിവസം തന്നെ വിഡ്രോ ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഏത് പദ്ധതിയെ സംബന്ധിച്ചും ഏത് പ്രൊജക്ടിനെ സംബന്ധിച്ചും അത് അസാധാരണമാണ്, അല്ലെങ്കിൽ ഏറെക്കുറെ അസംഭവ്യമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വാഭാവികമായി താൽക്കാലിക മരവിപ്പിപ്പ്, പിന്നെ അതിന്റെ പഠനം, ആ റിപ്പോർട്ട് വന്നാൽ
ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇപ്പൊ അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ച പഞ്ചാബിന്റെ അനുഭവം നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമായ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. ആ സ്വാഭാവിക നടപടിക്രമങ്ങളിലേക്ക് തന്നെ കേരളം നീങ്ങിയതിന് ഒരു തർക്കവുമില്ല. പക്ഷേ ആ ക്യാപ്റ്റൻ അബയൻസ് എന്ന 3 വാക്ക് പറയാനെങ്കിലും ലീഗിനും കോൺഗ്രസിനും ഇപ്പോൾ കഴിയുന്നുണ്ടോ? അതാണ് നമ്മുടെ മുമ്പിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ എവിടെയും ആ തെരഞ്ഞെടുപ്പ് നിരതരയിലിരുന്ന ഒരാളെയും ചോദിച്ചോട്ടെ, വഴങ്ങുമെങ്കിൽ താങ്കൾ അനുവദിക്കുമെങ്കിൽ ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. ഈ ക്യാപ്റ്റൻ അബയൻസ് എന്ന് അദ്ദേഹം തുടക്കം മുതൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിനോടുള്ള ചോദ്യം, എന്തിനാണ് ഈ ക്യാപ്റ്റൻ അബയൻസ് വെച്ചതെന്ന് താങ്കൾക്കറിയോ? ഇവിടെ വളരെ രഹസ്യമായി പോയി CPI പോലും അറിയാതെ MOU സൈൻ ചെയ്ത് തിരിച്ചു വന്ന് ഇവിടെ വന്നപ്പോൾ മന്ത്രിസഭ ഉപസമിതി നിങ്ങൾ ഉണ്ടാക്കി, അത് കൂടിയില്ല. മന്ത്രിസഭ ഉപസമിതി കൂടിയില്ലല്ലോ. ഒറ്റ ദിവസം പോലും കമ്മിറ്റി കൂടിയില്ലല്ലോ. CPIയുടെ വലിയ എതിർപ്പ് നേരിട്ടപ്പോഴല്ലേ ഇത് ക്യാപ്റ്റൻ അബയൻസ് ആക്കാൻ വാസുകിയെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചത്, കത്തടിപ്പിച്ചത്? അല്ല, അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിലിപ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടെന്ന് തോന്നില്ല. 20 ദിവസത്തിനുള്ളിലാണ് അതിൽ വിഡ്രോ ചെയ്യാനുള്ള തീരുമാനം. എന്തിനാണ് ക്യാപ്റ്റൻ അബയൻസ് വെച്ചത്? MOU സൈൻ ചെയ്തതിന് ശേഷം എന്ത് കാരണത്തിലാണ് ക്യാപ്റ്റൻ അബയൻസ് വെച്ചത്? CPIയുടെ വലിയ പ്രശ്നം ഉണ്ടായപ്പോഴാണ്. ശരി, ഒക്ടോബർ 25-നാണ് ഇതിൽ സൈൻ ചെയ്തത്. പിറ്റേ മാസം 23-ാം തീയതിയാണ് ഈ പിറ്റേ മാസം 12-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് തൽക്കാലം ഒരു ഉപസമിതി വെക്കുന്നു, അതുവരെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് എന്നത് വാസുകിയുടെ കത്ത് പോകുന്നത്. 20 ദിവസമാണ് ആകെ എടുത്തത്. അത് തന്നെയാണ് ഞാനും ചോദിച്ചത്. ശരി, മറ്റതിഥികളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ VM റഷാദ്. ഇന്നലത്തെ UDF യോഗത്തിൽ ലീഗിൽ നിന്ന് പങ്കെടുത്ത നേതാക്കൾ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ PMA സലാം, ശ്രീ KPA മജീദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്തുകയും ചെയ്യാം. UDF യോഗത്തിന് ശേഷമാണ് PM ശ്രീയുമായി മുന്നോട്ട് പോകും എന്ന UDFന്റെ കൺവീനർ വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നത്. UDFൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നു. UDFൽ എന്താണ് ചർച്ച ചെയ്യുന്നതെന്നും UDFന്റെ തീരുമാനം എന്താണ് എന്നും ലീഗ് അറിയാത്തതാണോ, അറിഞ്ഞില്ല എന്ന് പിന്നീട് അണികളെ ബോധ്യപ്പെടുത്താൻ പറയുന്നതാണോ? അല്ല, ഈ വിഷയത്തിൽ MSFന്റെ നിലപാട് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു കാരണവശാലും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്നും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കണമെന്നും നിയമപരമായി നിലവിൽ കഴിഞ്ഞ ഗവൺമെൻറ് ഇത് ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഈ പദ്ധതി നിർത്തിവെക്കാനുള്ള നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കണമെന്നുമാണ് MSFന്റെ നിലപാട്. അതിൽ ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ കൃത്യമായി പറഞ്ഞത് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് MSF ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതി അതിൻ്റെ കാര്യങ്ങൾ ചർച്ച പഠിക്കാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ UDF നിശ്ചയിച്ചിട്ടുണ്ട്. ആ മന്ത്രിസഭാ ഉപസമിതിയുടെ പ്രഥമ പരിഗണന എങ്ങനെയെല്ലാം ഈ പദ്ധതി നിർത്തലാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. അതായത് നിലവിൽ LDF ഉണ്ടാക്കിയ ഒരു കെണി, ആ കെണിയിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല അകപ്പെട്ടിരിക്കുകയാണ്. ആ കെണിയിൽ നിന്ന് എങ്ങനെയെല്ലാം രക്ഷപ്പെടാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ UDF ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ കൃത്യമായി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MSFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് ഈ പദ്ധതി നടപ്പിൽ വരുത്തരുത് എന്നതാണ്. അതിന് അതിന് വളരെയേറെ പ്രതീക്ഷയോടെയാണ് അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നിലപാടിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. ശ്രീ VM റഷാദ്, ലീഗിന്റെ മന്ത്രി PM ശ്രീയിൽ ഒപ്പുവെക്കും എന്ന് പറഞ്ഞത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ്. ഞാൻ ചോദിച്ചത് UDFിലുള്ള ചർച്ചകൾ ലീഗ് അറിയാത്തതാണോ അതോ അറിഞ്ഞുകൊണ്ട് ആ ചർച്ചകളുടെ ഭാഗമായി UDFന്റെ യോഗത്തിന് ശേഷമാണ് UDF കൺവീനർ ആ കാര്യം ഇതുമായി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞത്. അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടിയുടെ അടക്കം പ്രതികരണം വന്നപ്പോഴാണ് ചർച്ചയായില്ല എന്ന് അദ്ദേഹം തിരുത്തി പറയുകയും ചെയ്യുന്നത്. പറയുന്നതും തിരുത്തി പറയുന്നതും കേട്ടാൽ മനസ്സിലാകുന്നവരാണ് കേരളത്തിലുള്ളത്. ശരി, ലീഗിന് എതിരഭിപ്രായം ഉണ്ടാകും, പക്ഷെ അത് UDFിന്റെ തീരുമാനമായി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണോ?
അല്ല, ഇന്ന് UDF-ന്റെ കൺവീനറും അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നതാണ്. അങ്ങനെ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ UDF യോഗത്തിൽ UDF ചർച്ചയായിട്ടില്ല. അഭിപ്രായം പിന്നെ അറിയിക്കുമോ? മാധ്യമങ്ങൾ ഇന്നലെ UDF കൺവീനർ കാരണം ഇന്നലെ UDF യോഗത്തിന് ശേഷമാണ് തീർച്ചയായിട്ടും UDF അതില് തീരുമാനമായിട്ടാണ് പുറത്തു വന്നത് മുസ്ലിം ലീഗിന്റെ നിലപാട് PMC-യുമായി മുന്നോട്ട് എന്നുള്ളത്. മുസ്ലിം ലീഗിന്റെ നിലപാട് എന്ന് പറയുന്നത് UDF-ന്റെ നിലപാടുമായി ചേർന്ന് പോകുന്നതായിരിക്കുമല്ലോ. ഞങ്ങൾ ഇതിൽ ആര് പറയുന്നത് വേണം വിശ്വസിക്കാൻ? തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ നിലപാട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് UDF-ന്റെ അഭിപ്രായമെന്ന് ഇന്ന് UDF കൺവീനറുടെ നിലപാടിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് തന്നെയായിരിക്കും UDF-ഉം അതേപോലെ തന്നെ നിലപാടാണ്. അത് UDF യോഗത്തിൽ തിരുത്തിയതല്ല, യോഗശേഷം തിരുത്തിയതാണ്. അപ്പോൾ UDF യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല എങ്കിൽ എങ്ങനെയാണ് UDF-ന്റെ പൊതു തീരുമാനം എന്ന നിലയ്ക്ക് UDF കൺവീനർ അത് മാധ്യമങ്ങളോട് പറയുന്നത്? അല്ല, അത് UDF-ന്റെ തീരുമാനമായിട്ട് പറഞ്ഞതല്ലല്ലോ. അദ്ദേഹം നിലവിലുള്ള സാഹചര്യം എന്താണ്, ഈ PMC പദ്ധതിയുമായിട്ടുള്ള നിലവിലുള്ള സാഹചര്യം ഇതുമായി മുന്നോട്ട് പോകും കൊണ്ട് തന്നെ സർക്കാർ ഇതിന്റെ ഭാഗമാണല്ലോ. ശ്രീ VM റഷാദ്, അത് അറിയാവുന്ന കാര്യമാണ്. അത് രാഷ്ട്രീയമായി തെറ്റാണെന്ന് CPM ഏറ്റു പറഞ്ഞതാണ്. അതിനവർക്ക് വലിയ ശിക്ഷ എന്ന നിലയ്ക്ക് തോൽവിയും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞു. ഇത് നിങ്ങളുടെ കാലമാണല്ലോ, അങ്ങനെയല്ലേ പറയുക? നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഇതുമായി മുന്നോട്ട് പോകും എന്നതാണോ UDF-ന്റെ തീരുമാനം? ഞാൻ ചോദിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് UDF ഗവൺമെന്റ് എന്തെങ്കിലും രൂപത്തിലുള്ള നീക്കം നടത്തിയിട്ടുണ്ടോ? ഈ PMC പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നീക്കം UDF ഗവൺമെന്റ് നടപ്പിൽ വരുത്തിയിട്ടുണ്ടോ? ഒരു നടപടിയും അതുമായി ബന്ധപ്പെട്ട് നീക്കിയിട്ടില്ല. ആകെ ചെയ്തത് എന്താണ്? ഇത് പഠിക്കാൻ വേണ്ടി, ഇതെങ്ങനെ ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിശദമായി പഠിക്കാൻ വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മന്ത്രിസഭാ ഉപസമിതി എന്തിനാണ് നിശ്ചയിച്ചത്? ആ മന്ത്രിസഭാ ഉപസമിതി ഉള്ളത് ഈ പദ്ധതിയിൽ നിന്ന് എങ്ങനെയെല്ലാം പിന്മാറാൻ കഴിയും കേൾപ്പിച്ചരാമോ? അങ്ങനെ ഒരു വാക്ക്, ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം തേടാൻ വേണ്ടിയിട്ടാണ് ഉപസമിതി രൂപീകരണം സ്ഥാനത്തിൽ എടുക്കും എന്ന് പറഞ്ഞത്. മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. സ്കൂളുകളുടെ കാര്യത്തിൽ ഉപസമിതി റിപ്പോർട്ട് അടക്കം തീരുമാനമെടുക്കും എന്ന് പറഞ്ഞു. അല്ലാതെ PK നവാസ് പറഞ്ഞ MSF-ന്റെ പൊതു തീരുമാനമായ പിന്നോട്ട് പോകാനുള്ള സാധ്യത പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഉപസമിതി എന്ന് മിണ്ടിയിട്ടില്ല ശ്രീ VM റഷാദ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ N ശ്രീകുമാർ, എന്തോ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പത്രസമ്മേളനം ഒക്കെ നമ്മൾ കണ്ടു. ലീഗിന് ഇതിൽ എതിർപ്പുണ്ട് എന്ന കാര്യവും തമ്മിൽ തർക്കമില്ല. എനിക്ക് PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിലോ ലീഗിന്റെ നിലപാടിലോ തർക്കമില്ല. ഈ കാര്യത്തിൽ പക്ഷേ UDF തീരുമാനമെടുക്കുന്നതിൽ ലീഗ് പങ്കാളിയായിരുന്നോ? UDF-ൽ ചർച്ച ചെയ്യാതെയാണോ, ലീഗിനെ അറിയിക്കാതെയോ, ലീഗിനെ ഇരുട്ടിൽ നിർത്തിയാണോ UDF-ന്റെ തീരുമാനം പുറത്തു വന്നത് എന്ന ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ അത് ലീഗിന്റെ അഭിപ്രായമേ ആവുകയുള്ളൂ. UDF-ന്റെ തീരുമാനമാണെങ്കിൽ UDF യോഗത്തിന് ശേഷം UDF കൺവീനർ പറയണം. ശരി, ശ്രീ N ശ്രീകുമാർ, ആർക്കു വേണ്ടിയിട്ടാണ് എന്നൊരു ചോദ്യം ഇന്നലെ മുതൽ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം ഇനി ഒരൊറ്റ അക്കാഡമിക് ഇയറിന്റെ പകുതി വർഷം മാത്രമേ PMC എന്ന പദ്ധതി തന്നെയുള്ളൂ. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ തിടുക്കം എന്തിനാണ്, ഈ സമയത്ത് ഈ വൈകിയ വേളയിൽ എന്തിനാണ് എന്നതിന് മാത്രം മറുപടി കിട്ടുന്നില്ല. ശ്രീ N ശ്രീകുമാർ. നോക്കൂ ശ്രീമതി മാധു, ഇതിപ്പോൾ ഈ തർക്കം ഇപ്പോൾ CPM-ൻ്റെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുക. ഈ PMC പദ്ധതിയെക്കുറിച്ച് സത്യത്തിൽ ഒരുവിധ സംവാദത്തിലും പങ്കെടുക്കാനുള്ള ധാർമ്മികമായ ഒരു അവകാശം അവർക്കില്ല. പക്ഷെ അവരിപ്പോൾ എന്താ വെച്ചാൽ ഭരണം മാറിയപ്പോൾ അവർ UDF ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നൊരു തോന്നൽ വന്നപ്പോൾ അവരാണിത് രംഗത്ത് വന്ന് അത് കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവർക്ക് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഈ CPM-ൻ്റെ പ്രശ്നം എന്താണ്? CPM-ലാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ വിഷയങ്ങൾ. കാരണം അവരുടെ MP-മാരാണ് ഇന്ന് സതീശൻ കള്ളം പറഞ്ഞു. എന്ത് കള്ളമാണ് പറഞ്ഞ്? അതായത് ഈ ഒറ്റ കാര്യമുള്ളൂ. CPM-ന് എന്താ പ്രശ്നം? ഈ PMC പദ്ധതിക്ക് വഴി കേരളത്തിന് ലഭിക്കുന്ന ഫണ്ട് കിട്ടാതിരിക്കലാണോ? അതോ RSS-ൻ്റെ അജണ്ട ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കാതിരിക്കലാണോ? അങ്ങനെയാണെങ്കിൽ ആ സമ്പ്രദായം നടപ്പാക്കില്ല.
കാരണം AICCയുടെ നയപ്രകാരം തന്നെ കർണാടകത്തിലും പോകുന്നുണ്ട്, തെലങ്കാനയിലും പോകുന്നുണ്ട്. തെലങ്കാനയിൽ CPM CPIയും ഈ വക വിഷയത്തിൽ അവിടെ ഒരു നിലപാടും എടുക്കുന്നില്ല, അവർ കോൺഗ്രസിനൊപ്പമാണ്. ഹിമാചലിലും നടത്തിയിട്ടുണ്ട്, രാജസ്ഥാനിലുണ്ട്. അവിടെ ഒന്നും RSSന്റെ അജണ്ട നടപ്പാക്കിയിട്ടില്ല. PM ശ്രീയുടെ പദ്ധതി പ്രകാരം കിട്ടുന്ന എല്ലാ പണവും അവർക്ക് കിട്ടുന്നുണ്ട്. അതേ ഫണ്ട് കേരളത്തിൽ കിട്ടുന്നതിന് CPMന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? കാരണം UDFന്റെ ഗ്യാരണ്ടിയിൽപ്പെട്ട ഒരുപാട് പദ്ധതി നടപ്പാക്കാൻ പണം ആവശ്യമാണ്. ആ പണം കിട്ടാൻ RSSന് വിധേയമാകാതെ ഒരു നയം രൂപീകരിച്ചാൽ CPMന് എന്താണ് വിഷമമുള്ളത്? AICC ശ്രീമതി മാധു, ഞാൻ ഇന്നലെ ഈ ചർച്ചയിൽ പറഞ്ഞതാണ്, നയപരമായ കാര്യവും ഭരണപരമായ കാര്യവും ഉണ്ട്. ഭരണപരമായ കാര്യം വരുമ്പോഴല്ലേ ഇത് RSSന്റെ അജണ്ട നടപ്പാക്കുമെന്നുള്ള അറിയുള്ളൂ. CPMന്റെ വെപ്രാളം എന്താണ്? എനിക്ക് അങ്ങോട്ട് ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ ഒപ്പുവെച്ചതിന് ശേഷമാണ് RSS അജണ്ട നടപ്പിലാക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാനാണെങ്കിൽ അത് LDFനും സാധ്യമാകുമായിരുന്നു. എനിക്ക് അങ്ങോട്ട് ഒരു ചോദ്യം കൂടിയുണ്ട്. അങ്ങ് ഒന്നെന്നോട് ക്ഷമിക്കണം. ശ്രീ OK ജയകൃഷ്ണൻ 5 മിനിറ്റ് കൂടി ചർച്ചയിലുള്ളൂ. അദ്ദേഹത്തിലേക്ക് പോയതിനു ശേഷം ഞാൻ അങ്ങേക്ക് തിരികെ വരും. ശ്രീ OK ജയകൃഷ്ണൻ, ഇടതു സർക്കാർ ഒപ്പുവെച്ചു പോയതുകൊണ്ട് മാത്രം ഞങ്ങൾക്കതുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടോ കരിക്കുലവുമായി ബന്ധപ്പെട്ടോ യാതൊരു തരത്തിലുള്ള RSS അജണ്ടയുമായി ഒത്തുതീർപ്പിനില്ല എന്നതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അതിന്റെ ഉപസമിതി റിപ്പോർട്ട് വന്നത് പരിഗണിച്ച ആ കാര്യങ്ങൾ നടപ്പിലാക്കി മാത്രമേ തെലങ്കാന പോലെ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങൾ പോലെ മുന്നോട്ട് പോവുകയുള്ളൂ. ആ ഫണ്ട് കിട്ടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇടതിന് എന്നതാണ് ചോദ്യം. എന്തായാലും ഭരണകൂടം ഒരു തുടർച്ചയാണ് എന്ന് തീരുമാനിക്കുകയും കഴിഞ്ഞ ഭരണകൂടം കഴിഞ്ഞ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തുടർന്നു പോകാൻ, വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ തുടർന്നു പോകാൻ UDF തീരുമാനിക്കുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ PM ശ്രീ എന്ന പദ്ധതിയിൽ കഴിഞ്ഞ തവണ ഒപ്പിട്ട് 8 മാസം മരവിപ്പിച്ച ഒരു പദ്ധതി അതുപോലെ തുടരുകയല്ലേ വേണ്ടത്? ആ പദ്ധതി കേരളത്തിന് ഉചിതമായ പദ്ധതിയല്ല എന്നറിഞ്ഞുകൊണ്ടാണ് അത് മരവിപ്പിച്ചത്. എങ്കിൽ തുടർച്ചയായി ഗവൺമെന്റുകളുടെ തുടർച്ചയാണെങ്കിൽ ആ ഗവൺമെന്റിന്റെ തുടർച്ചയായി കേരളത്തിന് ഉചിതമല്ലാത്ത പദ്ധതി അവിടെ നിർത്തിവെക്കുകയല്ലേ വേണ്ടത്? ഇരിക്കട്ടെ, ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ വക കാര്യങ്ങളൊക്കെ. ഇപ്പൊ ചോദിച്ചത്, ഇവർ പറഞ്ഞു വരുന്നത്, ഈ സമീപകാലത്ത് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഇവർ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നടപ്പാക്കുക എന്നുള്ളത്. PM ശ്രീ എന്ന് പറയുന്നത് 2 തരമുണ്ടോ? 2 തരം PM ശ്രീ ഉണ്ടോ? ഇന്നലെ ആരോ പറയുന്നത് കേട്ടു 2 തരം. ഏതാ? ലീഗിന്റെ PM ശ്രീ വേറെ, BJP കേന്ദ്രത്തിന്റെ PM ശ്രീ വേറെയാണോ? ഞങ്ങൾ ചോദിക്കുന്നു, PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിക്കകത്ത് ഏതിനകത്താണ് ഭേദം സമ്മതിക്കുന്നത്? ഏതെങ്കിലും കേന്ദ്ര പദ്ധതിയിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് നടപ്പാക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ? PM ശ്രീയെ സംബന്ധിച്ചിടത്തോളമുള്ള ഫ്രെയിംവർക്ക് ഇതാണ്. ഈ ഫ്രെയിംവർക്കിൽ പറയുന്ന വ്യവസ്ഥകളിൽ ഒന്നാമത്തത് NEPയുടെ ഷോ കേസ് ആകും എന്നുള്ളതാണ്. അത് മാറ്റി നിർത്തി PM ശ്രീ ഇന്ത്യപ്പാക്കുവോ? 1900-ലധികം വിദ്യാലയങ്ങളിൽ ഇന്ത്യക്കകത്ത് ഇത് നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി 265 വിദ്യാലയങ്ങളിൽ ഈ നയമൊക്കെ മാറ്റിയിട്ട് കേന്ദ്രം നടപ്പാക്കാൻ അനുവദിക്കും എന്ന് പറയുന്നത് ആരെ പൊട്ടനാക്കാനാണ്? കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നവരല്ലേ? ഇതൊക്കെ അവർക്ക് എന്താ കാണാൻ കഴിയാത്തതാണോ? നമുക്കറിയില്ലേ, ആരോഗ്യ വകുപ്പിന് കീഴിൽ ആശുപത്രികളിൽ ബോർഡ് വെക്കാൻ പറഞ്ഞിട്ട് ആ NHMന്റെ ബോർഡും ഗവൺമെന്റിന്റെ എംബ്ലവും വെക്കണം, കേന്ദ്രത്തിന്റെ എംബ്ലവും വെക്കണം, ഇല്ലെങ്കിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞ് കേരളം നിർബന്ധിതമായത് ഓർക്കുന്നുണ്ടോ? ഈ നിർബന്ധം ഏത് തരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് പിൻവലിക്കുക? ഒരു തരത്തിലും ഇതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവർ പറയുന്ന ഇന്ന് ബഹുമാന്യായ MP അബ്ദുൾ വഹാബിന് കൊടുത്തിരിക്കുന്ന മറുപടിയിലും ഇതെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അതിൽ കരിക്കുലം എന്ന് പറയുന്നു. കരിക്കുലം NCF അനുസരിച്ച്, NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് അനുസരിച്ചുള്ള പാഠപുസ്തകങ്ങൾ മാത്രമാണ് നടപ്പിലാക്കാൻ കഴിയുക എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് മറ്റൊന്നും മാത്രമല്ല, NEP ഘടനാപരമായ മാറ്റം, ആ ഘടനാപരമായ മാറ്റം കേരളത്തിൽ ഏതെല്ലാം വിദ്യാലയങ്ങളിലാണോ നടപ്പാക്കുന്നത് അതിൽ ഘടനാപരമായ മാറ്റം കൊണ്ടുവരേണ്ടി വരും. ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുവാൻ ഇതൊക്കെ പറഞ്ഞ് സാധാരണ പ്രവർത്തകരെ, ഒരുപക്ഷെ ഞങ്ങൾ അത്ഭുതപ്പെടുന്നത് ഇതിനകത്ത് വലിയ വാദങ്ങൾ ഉന്നയിച്ചവരാണ് കേരളത്തിനകത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ. ഒറ്റയടിക്ക് എങ്ങനെയാണ് ഇത്രമാത്രം സ്വീകാര്യമായ പദ്ധതിയായി ഇത് മാറുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ ചോദിച്ചത് തന്നെയാണ്. BJPയുടെ വർഗീയ അജണ്ടകൾ നടപ്പാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം കഴിഞ്ഞ ഡൽഹി പ്രക്ഷോഭകാലത്ത് CJPയുടെ നേതൃത്വത്തിൽ അവിടെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം അത് അഡ്രസ് ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറയുന്നു,
NEP ആണ് ഇതിന്റെ എല്ലാം ആധാരമായി നിന്നിരിക്കുന്ന കാര്യമെന്ന്. ഈ ഇന്ത്യക്കകത്ത് വിദ്യാഭ്യാസ രംഗത്ത് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയമാണെന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറയുമ്പോൾ അത് അതേപടി അംഗീകരിച്ചുകൊണ്ട് അതിന്റെ 6 തൂണുകളിലും ഇതെല്ലാമാണ് ഉള്ളത് എന്നുള്ളത് അത് അതേപടി നടപ്പാക്കാതെ ഞങ്ങൾ ഇതല്ല നടപ്പാക്കുക, ഇതൊക്കെ മാറ്റിവെച്ച് മറ്റൊരു PM ശ്രീയെ കൊണ്ടുവരും എന്ന് പറയുന്നത് സാധാരണ അണികളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാകും എന്നുള്ളതാണ് വസ്തുത. ഇനി ഒന്ന്, എന്തിനാണ് മാധു ചോദിച്ച ചോദ്യം തന്നെയാണ്, ഈ അവസാന ഘട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പദ്ധതി കേരളത്തിനകത്ത് അടിച്ചേൽപ്പിക്കുന്നത്? കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ആരാച്ചാറായി മാറാൻ എന്തിനാണ് ഈ ഗവൺമെന്റ് തയ്യാറാകുന്നത് എന്നുള്ളതാണ് ന്യായമായ ചോദ്യം. കേരളത്തിനകത്ത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ദിശാബോധം നൽകിയതിൽ മഹത്തായ പങ്ക് വഹിച്ച CH മുഹമ്മദ് കോയയും ET മുഹമ്മദ് ബഷീറും ഒക്കെ ഇരുന്ന ലീഗിന്റെ മന്ത്രിമാർ, ആ കസേരയിലിരിക്കുന്ന മന്ത്രി ഉൾപ്പെടെ എന്തിനാണ് ഈ വർഗീയ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്ന PM ശ്രീ പദ്ധതിയിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നത്, കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കേരളീയ സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സമാനമായി അനുബന്ധമായിട്ടുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം. ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികൾ അതേപടി കൈനീട്ടി വാങ്ങാൻ ഇപ്പോൾ UDF തയ്യാറാകുന്നു. അതുകൊണ്ടാണ് VBSA വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാനം എന്ന് പറയുന്ന പദ്ധതി ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പാസ്സാകാൻ പോവുക. അത് വന്നു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർവകലാശാലകൾക്ക് വേറെ വേണ്ട, AICTക്ക് വേറെ വേണ്ട, NCETക്ക് വേറെ വേണ്ട, ഈ പദ്ധതികളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ദേശീയ ഗവൺമെന്റിന് കീഴിലാകുമ്പോൾ കേരളത്തിനകത്ത് സംസ്ഥാനങ്ങൾക്കകത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പോലും വേണ്ട, അതിനെയും 2 കൈയും നീട്ടി സ്വീകരിക്കുവാൻ കേരളത്തിലെ UDF തയ്യാറാകുന്നു എന്ന് കണ്ടാൽ വിദ്യാഭ്യാസ രംഗത്ത് ഇവർ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവർക്ക് നേരത്തെ ചോദിച്ചതുപോലെ ഫണ്ട് കേരളം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഫണ്ട് എന്നാണ് പറഞ്ഞത്. ഏത് തരത്തിലാണ്? 8 മാസം മാത്രം ബാക്കിയുള്ള 5 വർഷം കാലാവധിയുള്ള 2027 ഏപ്രിൽ മാസം അവസാനിക്കുന്ന ഒരു പദ്ധതി ഇനത്തിൽ PM ശ്രീയിൽ എത്ര തുകയാണ് വിദ്യാലയങ്ങൾക്ക് ലഭിക്കുക? 265 വിദ്യാലയങ്ങളാണ് കേരളത്തിനകത്ത്. 12,600-ലധികം വിദ്യാലയങ്ങളുണ്ട്. അതിനകത്ത് 265 വിദ്യാലയങ്ങളെയാണ് മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നത്. ഏതാ മെച്ചപ്പെടുത്തൽ? ബിൽഡിങ്ങിന് മെച്ചപ്പെടുത്താൻ പണം തരില്ല. 10% താഴെയാണ് മെയിൻ്റനൻസിന് വേണ്ടി അനുവദിക്കുന്നത്. അവരുടെ NGOകൾക്ക് ക്ലാസ് എടുക്കുവാൻ, അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുവാൻ, ഇതിനൊക്കെ വേണ്ടിയല്ലേ പദ്ധതി? അതെല്ലാം വിശദമായി അവരുടെ പദ്ധതി രേഖയിലുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇത് നടപ്പാക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് പദ്ധതി രേഖയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഇതിനു മുൻപ് ഈ നിർബന്ധിതാവസ്ഥയെ കുറിച്ച് പറഞ്ഞത് കേൾക്കാം. അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. ഈ കേരള എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു. അതിൻ്റെ ഭാഗമായി പണം വാങ്ങിച്ചു. സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലികഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഒന്ന് നിർബന്ധിതമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. രണ്ടാമത്തെ അതിൻ്റെ ഭാഗമായി പണം വാങ്ങി എന്ന് പറഞ്ഞു. ഇന്ന് V ശിവൻകുട്ടിയൊക്കെ വളരെ കൃത്യമായി വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് പണം വാങ്ങി എന്നത് പറയുന്നത് എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നത്. അത് വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഉയർന്ന വിമർശനങ്ങളെക്കുറിച്ച് അത് വ്യക്തിപരമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നുമില്ല. ഒരു കാര്യത്തിൽ 2 വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് നിർബന്ധിതമാണ് എന്ന് പറയുന്നത്, രണ്ടാമത്തേത് പണം വാങ്ങി എന്ന് പറയുന്നത്. എന്തായാലും താങ്കൾ തുടക്കത്തിൽ എൻ്റെ സംസാരത്തിനിടയ്ക്ക് ഉണ്ടാക്കിയ ഒരു ഇടപെടലുണ്ട്. ആ ഇടപെടൽ ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ ജയിക്ക് പറഞ്ഞതും താങ്കൾ പറഞ്ഞ ഈ ചോദ്യവും തമ്മിലുള്ള ഒരു സമാനത ഞാൻ ആലോചിക്കുകയായിരുന്നു. ശിവൻകുട്ടിയെ തന്നെ താങ്കൾ കോട്ട് ചെയ്ത് പറഞ്ഞല്ലോ. ശിവൻകുട്ടി എന്ന മന്ത്രി, എന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ് പറഞ്ഞത് നാഷണൽ എഡ്യൂക്കേഷൻ സ്കീമിന് എന്ത് പ്രശ്നമാണുള്ളത്, എന്ത് കുഴപ്പമാണുള്ളത് എന്നാണ് ചോദിച്ചത്. ഇനി ജയിക്കറിയാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒറ്റക്കാര്യം പറഞ്ഞോട്ടെ. ജയിക്ക് ഇവിടെ വലിയ സഹതാപമൊക്കെ കാണിച്ചു. UDFന്റെ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഉത്തരം മുട്ടിപ്പോയി, വലിയ പ്രശ്നമാണെന്നൊക്കെ. ഞങ്ങൾക്ക് ഉത്തരം മുട്ടേണ്ട ഒരു കാര്യമില്ല ജയിക്കെ. ആരാണ് പാലമായിട്ട് പ്രവർത്തിച്ചത്? ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന BJPയുടെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു,
സംസ്ഥാന ഗവൺമെന്റ്, കേരളത്തിന്റെ സംസ്ഥാന ഗവൺമെന്റും ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള പാലം ആരായിരുന്നു? ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് താങ്കൾ കേട്ടിരിക്കുമല്ലോ. പിന്നീട് റഹീം എന്ന് പറയുന്ന നിങ്ങളുടെ MP അദ്ദേഹം പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന് ഒപ്പുവെച്ചു, MOU ഒപ്പുവെച്ചെന്നാണ് പറഞ്ഞത്. ചിരിക്കൊന്നും വേണ്ട, ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം വന്നിരിക്കാൻ, എന്നിട്ട് വേണം സഹതാപമൊക്കെ പറയാൻ. ഇപ്പതാ ഇവിടെ ശിവൻകുട്ടിയുടെ കാര്യം പറഞ്ഞു കേട്ടില്ലേ? ശ്രീ ശിവൻകുട്ടിയാണ് പറഞ്ഞത് ഈ വിദ്യാഭ്യാസ നയത്തിന്, കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന് എന്ത് കുഴപ്പമാണെന്നാണ് ചോദിച്ചത്. പിന്നെ മറ്റൊരു കാര്യം, P. രാജീവ് എന്ന് പറയുന്ന ലോ മിനിസ്റ്ററുടെ കൺകറൻസോട് കൂടിയാണ് രഹസ്യമായി നിങ്ങൾ പോയി MOU ഒപ്പുവെച്ചത്, CPIയെ അറിയിക്കാതെ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടാ. ഇതൊക്കെ അറിയാമെങ്കിലും അറിയില്ല എന്ന് നടിച്ചാണ് വന്നത്. കഴിഞ്ഞ ദിവസമൊന്നും ചർച്ചയ്ക്ക് വന്നില്ലല്ലോ. ഇവിടെ EDയെ പറ്റി ചർച്ചയുണ്ടായിരുന്നു, വീണ വിജയനെ പറ്റി ചർച്ചയുണ്ടായിരുന്നു, അപ്പോഴൊന്നും ഉത്തരവുണ്ടായിരുന്നില്ല, വന്നുമില്ല. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് താങ്കൾ ചോദിച്ച ചോദ്യം താങ്കളും അദ്ദേഹവും ഒരേ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഞാൻ താങ്കൾ ചോദിച്ചതിന് മറുപടി പറയാം. അത്തരം വിമർശനങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം കേട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് പുതുമയില്ല. പറഞ്ഞോളൂ. അതെ, എനിക്ക് അനാവശ്യമായ തർക്കത്തിലേക്ക് പോകാൻ കഴിയില്ല. എന്നോട് അനാവശ്യമായ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടാണ് തുടക്കത്തിൽ ജയിക്കിനുള്ള മറുപടി കൊടുത്തത്. പിന്നെ താങ്കൾ ശിവൻകുട്ടിയെ പറ്റി ചോദിച്ചു. ശിവൻകുട്ടിയെ ഒന്നും അങ്ങനെ അങ്ങോട്ട് മെഴുകണ്ട. ശിവൻകുട്ടി എന്താ പറഞ്ഞെന്നുള്ള ഡയലോഗ് താങ്കൾക്ക് ഓർമ്മയുള്ളതാണല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്റെ ചർച്ചയിൽ അത് എടുത്ത് കേൾപ്പിച്ചിട്ടുണ്ട്. എന്റെ ചർച്ചയിൽ എപ്പോഴാണ് ആ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ അവർ തോറ്റല്ലോ. ഓക്കെ, അവര് തോറ്റാലും അവര് ചെയ്തു വെച്ചതിന്റെ ചെയ്തി ബാക്കി പത്രമാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു ഈ പറയുന്ന MOUനെ കുറിച്ച് ചർച്ച ചെയ്ത്. എന്നാ ശരി, താങ്കൾ ചോദിക്കൂ. എന്നിട്ട് അതാണ് പറഞ്ഞത്. ആ നിർബന്ധിതാവസ്ഥയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. നിർബന്ധിതാവസ്ഥ ഇല്ല എന്ന് നിങ്ങളുടെ MPമാർക്ക് കിട്ടിയ മറുപടി അടക്കം പറഞ്ഞിരിക്കുന്നു. അതാണ് എന്റെ ചോദ്യം. ശരി, അതിന് ഞാൻ മറുപടി പറയാമല്ലോ. എനിക്കൊരു 2 മിനിറ്റ് ശബ്ദമില്ലാതെ ഒന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതായത് ഞങ്ങളുടെ 2 MP ചോദ്യം ചോദിച്ചു. ഇതിനു മുമ്പ് അടൂർ പ്രകാശും ചോദിച്ചു, അതിനു മുൻപ് ഡീൻ കുര്യാക്കോസും ചോദിച്ചു, ഷാഫി പറമ്പിലും ഒക്കെ ചോദിച്ചു. ഇതിന് ഏറ്റവും അവസാനം വന്ന വഹാബിന് കൊടുത്ത മറുപടിയും ജബി മേത്തർക്ക് കൊടുത്ത മറുപടിയും വളരെ ക്ലാരിറ്റി ഉള്ളതാണല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സംസ്ഥാന ഗവൺമെന്റിന് തീരുമാനിക്കാം, അത് ഫ്ലെക്സിബിൾ ആണ് സംസ്ഥാന ഗവൺമെന്റ്. ഞാൻ അതൊന്നുകൂടെ വായിച്ചു കേൾപ്പിച്ചേക്കാം. അതായത് വഹാബിന് കൊടുത്ത മറുപടി, വഹാബിന് കൊടുത്ത മറുപടിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ദ സ്റ്റേറ്റ്സ് ഹാവ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് കോണ്ടെക്ച്വലൈസിംഗ് ദ കരിക്കുലം ആസ് പെർ ദ സ്റ്റേറ്റ് സ്പെസിഫിക് നീഡ്സ് അഡ്ഹറിംഗ് ടു ദി കോർ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. അതായത് അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്താതെ സംസ്ഥാനത്തിന് അത് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ ഇത് എങ്ങനെ ചെയ്യണം, ഇതുമായി മുമ്പോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന മന്ത്രിമാരുടെ ഉപസമിതിയാണ്. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഞങ്ങൾ അതിന് കൺസ്ട്രെയിൻ ടു ഡു ആണ്. എന്താ കാരണം? ഈ MOU ഒപ്പുവെച്ചതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നത്. എന്നിട്ട് അത് കെപ്റ്റിൻ അബയൻസ് വെച്ച്, അതാണ് ഇവിടെ CPMന്റെ പ്രതിനിധി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കെപ്റ്റിൻ അബയൻസ് ആണ്. എന്തിനാ കെപ്റ്റിൻ അബയൻസ് വെച്ചത്? നിങ്ങൾ ഒന്നെങ്കിൽ മുമ്പോട്ട് പോകാൻ തീരുമാനിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇതിന് ഒപ്പുവെക്കാൻ പാടില്ലായിരുന്നു. ഈ MOU ഒപ്പുവെച്ചില്ലായിരുന്നെങ്കിൽ തമിഴ്നാട് പോയതുപോലെ സുപ്രീം കോടതി പോയി നമുക്കൊരു വിധി വാങ്ങിക്കാം. എന്താ പറഞ്ഞത് ഇവരെന്ന്? പിന്നെ മറ്റ് വിദ്യാഭ്യാസ ഫണ്ടുകൾ, SSK പോലുള്ള ഫണ്ടുകൾ ലഭ്യമാകില്ല. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദാരമനസ്കത കാണിച്ച് ഒപ്പിട്ടതാണ്. അപ്പൊ നിങ്ങൾ ഒപ്പിട്ടത് ഈ പണത്തിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അത് ഒപ്പിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തമിഴ്നാട് ചെയ്തതുപോലെ സുപ്രീം കോടതി പോയി ആ പണം വാങ്ങിക്കാമായിരുന്നു. അത്രയും ചെയ്യാനുള്ള ബുദ്ധി കഴിഞ്ഞ ഗവൺമെന്റിന് ഉണ്ടായിരുന്നില്ല. പകരം അവരെന്ത് ചെയ്തു? ഈ MOUയിൽ ഒപ്പുവെച്ചിട്ട് അത് ഈ പണം വാങ്ങിക്കാം. പക്ഷെ ഈ MOUയിൽ ഒപ്പുവെച്ചിട്ട് കിട്ടിയത് എന്താണ്? 99 അല്ലെങ്കിൽ മണ്ടോട്ട് SSKയും ഇവർ ഇതിന്റെ അകത്ത് അറിയാമോ? അല്ലെങ്കിൽ കിട്ടുന്ന പൈസയായിരുന്നു. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്.
അല്ല നിങ്ങൾ പാടൊന്നും പെടണ്ട. SSK പൈസ എന്നാ ഞാൻ പറഞ്ഞത്. SSK കിട്ടേണ്ട പണമെന്നാണ് ഞാൻ പറഞ്ഞത്. 99 കോടി രൂപ. ഈ SSK യും അതുപോലെ തന്നെ PM പോഷൻ. ഒരു മിനിറ്റ് PM പോഷൻ SAS റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ്. ആ പോളിസി പ്രകാരമുള്ള സ്കീമുകളാണ് ഉണ്ടാക്കുന്നത്. ആ പോളിസി പ്രകാരം പല പല പദ്ധതികൾ ഉണ്ടാക്കും. ആ പദ്ധതികളുടെ ഭാഗമായി ഇപ്പൊ PM പോഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്, SSK എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഇതെല്ലാം ഇവർ എന്ത് ചെയ്തെന്നറിയാമോ? കേന്ദ്ര ഗവൺമെന്റ് സ്കീമുകളെല്ലാം ഈ എഗ്രിമെന്റിലേക്ക് കൺവേർജ് ചെയ്തു ഈ MOUയിലൂടെ. അത് എന്തിനാണ് അങ്ങനെ കൺവേർജ് ചെയ്തത്? എന്നിട്ട് ഞങ്ങൾക്ക് ഇത് വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. ഇപ്പൊ കിട്ടിയത് എന്താ? ഇപ്പൊ ഈ പറയുന്ന 99 കോടി SSK പണമാണ് കിട്ടിയത്. PM ശ്രീയുടെ ഒരു നയാ പൈസ പോലും നമ്മൾ വാങ്ങിച്ചിട്ടില്ല, നമുക്ക് കിട്ടത്തുമില്ല. കാരണം എന്താ? നമ്മൾ അതിൽ ഒപ്പുവെച്ച് മുമ്പോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ രണ്ടാം ഘട്ടമായ ചലഞ്ച് മോഡ് സ്കൂളുകളെ തെരഞ്ഞെടുത്ത് കൊടുക്കല് അത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അത് തെരഞ്ഞെടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിൽ UDF തീരുമാനിച്ചതനുസരിച്ചുള്ള ഉപസമിതി തീരുമാനങ്ങൾ എടുക്കണം. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. ഈ സ്കീമുമായി ഏത് തരത്തിലാണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിച്ച് ആ തീരുമാനം പറയും. അതിനുശേഷം മാത്രമേ PM ശ്രീ എന്ന് പറയുന്ന ഈ പദ്ധതിയുമായി കോൺഗ്രസ് മുമ്പോട്ട് പോവുള്ളൂ. ഒരു സംശയവും വേണ്ട. ശരി, അങ്ങനെയാണെങ്കിൽ അതിനുശേഷം മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ മുന്നോട്ട് പോകുമെന്ന് നേരത്തെ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ചോദ്യങ്ങൾ മുഴുവനും ഉണ്ടാവുകയും ചെയ്തത്. സമഗ്ര ശിക്ഷ കുടിശ്ശിക 1151 കോടിയാണ്. സമഗ്ര ശിക്ഷയുടെ കമ്പോണന്റ് ആണ് ഈ RTE എന്ന് പറയുന്നത്. RTയുമായി ബന്ധപ്പെട്ട 91 കോടി രൂപ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. കീപ്പിംഗ് ഇൻ വ്യൂ ദ ലാർജസ്റ്റ് പെർസ്പെക്ടീവ് ആസ് വെൽ ആസ് ദ എഡ്യൂക്കേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ചിൽഡ്രൻ RS 99.27 crore had been released as center share of the RTE എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സമഗ്ര ശിക്ഷയുടെ പണം മുഴുവനും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാനാണെങ്കിൽ 1100 കോടി രൂപ കിട്ടണം. ഈ റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ പണം ഒന്ന് നിർബന്ധിതാവസ്ഥയുണ്ട് എന്ന് പറഞ്ഞു. അതിൽ വലിയ തർക്കമുണ്ടാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഏറ്റവും അവസാനം ദീപ്തി മേരി വർഗീസ് പറഞ്ഞതുപോലെ പണം കിട്ടി എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതിനെ നിങ്ങൾ എതിർക്കുന്നുണ്ട്. അതിപ്പോൾ ദീപ്തി മേരി വർഗീസ് കൂടി പറയുന്നു. അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒന്ന് ഈ ചർച്ചയുടെ ഡെക്കോറത്തോട് തന്നെ എനിക്ക് കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്ന്, ലക്ഷണമൊത്ത കോൺഗ്രസിന്റെ പ്രതിനിധിയായി തന്നെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ബഹുമാനിയനായ മാധ്യമപ്രവർത്തകൻ, മുൻ മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീകുമാർ UDFന് വേണ്ടി കോൺഗ്രസുകാരെക്കാൾ കടുത്ത അഭിപ്രായം പറഞ്ഞ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വിശാല അർത്ഥത്തിൽ UDFന്റെ മറ്റു രണ്ട് പ്രതിനിധികൾ, അതായത് ഒന്ന് MSFന്റെ പ്രതിനിധി, ഒന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി. അപ്പോൾ PM ശ്രീ സംബന്ധിച്ചുള്ള ഈ ചർച്ചയിൽ പോലും UDFന്റെ 3 പ്രതിനിധികളുമായിട്ടാണ് സംവദിക്കേണ്ടതായിട്ട് വരുന്നത്. എനിക്കൊരല്പം സമയം തന്നെ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്തായാലും ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കോൺഗ്രസുകാരനായുള്ള സഹപാനലിസ്റ്റ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഹിമാചൽ പ്രദേശിന്റെയും തെലങ്കാനയുടെയും കർണാടകയുടെയും ഒക്കെ അതേ വഴി സ്വീകരിക്കുന്നതിൽ എന്ത് തെറ്റ്, കുഴപ്പമൊന്നുമില്ല അല്ലേ? പക്ഷെ അങ്ങൊന്ന് ആലോചിച്ച് നോക്കണം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ അങ്ങയടക്കമുള്ള ആളുകൾ ഈ നാട്ടിൽ പറഞ്ഞു പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? ഇത് തെറ്റേതായിരുന്നില്ല പറഞ്ഞത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ കോൺഗ്രസ് നേതാവ് അടങ്ങുന്ന നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റാളുകൾ പറഞ്ഞത് എന്തായിരുന്നു? ഇതിനെ തള്ളിക്കളയണം എന്ന് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ MSF നേതാവ് എന്നിട്ട് പറയുന്നു ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്നതാണ് അഭിപ്രായം. എന്റെ MSFന് നട്ടലില്ലായ്മ. നിങ്ങൾ ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ സമരം ഞങ്ങൾ ഉയർത്തുമെന്ന് വിളിച്ചു പറയാൻ എന്റെ MSFന് മടി. എന്നിട്ട് ഇപ്പോൾ പറയുന്നു എനിക്ക് കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിയോട് സത്യസന്ധമായി വീണ്ടും സഹതാപം തന്നെയാണ്. കാരണം എന്താണ്? അങ്ങ് നുണ പറയുന്നതിൽ എനിക്ക് ഇപ്പോൾ അത്ഭുതമില്ല. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതിവാസ നുണപറയൽ പരിപാടി നടത്തുകയാണ്. നിങ്ങൾക്ക് പോയിന്റ്സ് പറയാനില്ലെങ്കിൽ അത് കോൺഗ്രസ് പ്രതിനിധിയുടെ തലയിലോട്ട് കയറണ്ട. ആ മര്യാദയില്ല. നിങ്ങൾ മര്യാദയോട് പറഞ്ഞ നിങ്ങൾ കുറെ നേരം എന്നോട് സഹകരിക്കുന്നു. നിങ്ങൾ പറയാനുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ പറ. ഇത് നോക്കൂ, പറയട്ടെ. അങ്ങ് സംസാരിച്ചപ്പോൾ ജയ്ക്ക് സംസാരിച്ചില്ലല്ലോ. വിയോജിപ്പുകൾ ഇല്ലാതെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടല്ലോ. ജയ്ക്ക് പറയട്ടെ. അവര് വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ഇടപെടും. അപ്പൊ അങ്ങ് ഈ കാര്യത്തിൽ അല്പം കൂടെ മര്യാദ കാണിക്കണമെന്ന്
ഞാൻ അങ്ങേ വ്യക്തിപരമായി അങ്ങയുടെ പേരെടുത്ത് പോലും പരാമർശിച്ചില്ലോ. അങ്ങയുടെ നല്ല ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സഹപാനലിസ്റ്റിന്റെ പേരെടുത്തൊരു പരാമർശം നടത്തിയിട്ടില്ല. അത് ഞങ്ങളുടെ സമീപനമല്ല, ഞങ്ങളുടെ രീതിയല്ല. അതുകൊണ്ടാണ് പ്രശ്നം രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അത് വെച്ചിട്ടാണ് സംവദിക്കുന്നത്. ആ സംവാദത്തിൽ അങ്ങേക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങ് അത് പറയണം. അങ്ങ് മറ്റു കാര്യങ്ങളിലേക്ക് പറഞ്ഞ് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. അങ്ങ് ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ചിലത് അർത്ഥസത്യങ്ങളും ചിലത് നുണയുമാണെന്നുള്ളതാണ്. നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞാൽ ഞാൻ മറുപടി പറയും. അപ്പൊ എനിക്ക് അങ്ങ് ഈ ചർച്ചയിൽ നുണ പറഞ്ഞതിനെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയും അത്ഭുതവുമില്ല. കാരണം അങ്ങയെ നയിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നിങ്ങൾ ഈ MSF-കാരനോട് സമരം ചെയ്തോന്ന് ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ സമരം ചെയ്യാൻ തയ്യാറുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കാതിരുന്നത്? ഈ PM ശ്രീയെ ASF എതിർത്തപ്പോ നിങ്ങൾ ജനാധിപത്യ വിരുദ്ധതയില്ലേ? ഇതിപ്പോ ജേക്കിന്റെ അവസരമല്ലേ? ജേക്ക് പറയും, പെട്ടെന്ന് പൂർത്തീകരിക്കും. സമയമില്ല, അതുകൊണ്ടാണ് എനിക്കും അവസരം തരില്ലാന്ന് തോന്നി, അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ ഈ സഹതാപം എന്ന വാക്ക് പറയില്ല, ഇരിക്കട്ടെ. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ പ്രതിവാര നുണപറയൽ പരിപാടിയിൽ പറഞ്ഞത് എന്താണ്? PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, PM ശ്രീയിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നു. യൂണിയൻ ഗവൺമെന്റിന്റെ മന്ത്രി പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രശ്നമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി നുണ പറയുന്നു എന്നുള്ള കാര്യം നമുക്ക് നമ്മൾ സഭയിൽ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ രാഷ്ട്രീയ ചർച്ച നടത്തുമ്പോഴും അത് പറയേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു, അങ്ങനെ പറയാതിരിക്കുക എന്ന് പറയുന്ന ഒരു മാന്യത കൂടിയാണ്. ആവർത്തിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയെ പ്രതിരോധിക്കാനിരിക്കുന്ന ആൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങ് കാര്യം പറയൂ. ഞാൻ ആ കാര്യം തന്നെയല്ലേ പറഞ്ഞത്. എന്തുകൊണ്ട് അദ്ദേഹം നുണ പറഞ്ഞു എന്ന് എനിക്ക് പറയേണ്ടതായി വന്നു. മുഖ്യമന്ത്രിയാണെന്ന് വെച്ചുകൊണ്ട് നുണ പറഞ്ഞത് നുണയല്ലാതായി മാറി തീരുവോ? അദ്ദേഹം നുണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് നമ്മളെല്ലാവരും ഏറ്റു പറയണോ? അങ്ങനെ പറയാൻ നിൽക്കുന്നവരുണ്ടാകും, അത് അവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല ഏത് വലിയ പൊന്നുതമ്പരാണെങ്കിലും നുണ പറഞ്ഞാൽ നുണയെന്ന് തന്നെ പറയേണ്ടവരും. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? അത് പച്ചക്കള്ളവല്ലേ? PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പണം കിട്ടിയെന്ന് ഈ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? അത് പച്ചക്കള്ളവല്ലേ? അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. PM ശ്രീയിൽ നിന്ന് പണം വാങ്ങിച്ചു അദ്ദേഹം പറഞ്ഞില്ല, അല്ലെങ്കിൽ കാണിച്ചത് മുഖ്യമന്ത്രിയുടെ PM ശ്രീയിൽ നിന്ന് വാങ്ങിച്ചു എന്നാണോ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പണം വാങ്ങിയെന്ന് പറഞ്ഞു, പണം വാങ്ങിയെന്ന് പറഞ്ഞു. അത് SSKയുടെ പണമാണ് പറഞ്ഞത്. ശരി, അങ്ങ് എന്താണ് പ്ലേ ചെയ്യൂ. തർക്കിക്കണ്ട, ഇത് തർക്കിക്കണ്ട, നമുക്ക് കേൾക്കാം. പ്രൊഡ്യൂസർ ഒന്നുകൂടെ പ്ലേ ചെയ്യൂ. പണം വാങ്ങിയെന്ന് പറഞ്ഞു. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ അംഗമാണ്. മതി പ്രൊഡ്യൂസർ, മതി. സൈൻ ചെയ്ത് പണം വാങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി പറയണായിരുന്നു. PMCയിൽ സൈൻ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. PMCയിൽ സൈൻ ചെയ്ത് പണം വാങ്ങിയെന്ന് PMCയുടെ പണം വാങ്ങിയെന്നല്ലേ? അദ്ദേഹം PM ശ്രീ എന്ന് പറഞ്ഞിട്ടില്ല. PMCയിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ വേറെ എഗ്രിമെന്റ് ഉണ്ടോ? വേറെ എഗ്രിമെന്റ് ഉണ്ടോ? PMCയിൽ സൈൻ ചെയ്ത് പണം വാങ്ങിയെന്ന് ഒരൊറ്റ സെന്റൻസിലാണ് പറഞ്ഞത്. കുത്തുമില്ല, കോമയില്ല. MOU ആണ് സൈൻ ചെയ്തത്. സൈൻ ചെയ്ത് പണം വാങ്ങിയെന്നാണ് പറഞ്ഞത്. സൈൻ ചെയ്ത് പണം വാങ്ങിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ എഡിറ്റ് എടുക്കുന്നില്ല അതിനിടയ്ക്ക്. ന്യായീകരണം. MOU സൈൻ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. സൈൻ ചെയ്ത് പണം വാങ്ങിയെന്നാണ് പറഞ്ഞത്. MOU സൈൻ ചെയ്തു, സൈൻ ചെയ്ത് പണം വാങ്ങി എന്നാ പറഞ്ഞത്. ഇനിയും കേൾക്കണം. എഡിറ്റ് ചെയ്ത് കേൾപ്പിച്ച എങ്ങനെ ശരിയാണ്? എന്റെ പ്രൊഡ്യൂസർ ഒന്നുകൂടെ കേൾപ്പിക്കൂ. ആ സെന്റൻസ് മാത്രം കേട്ടാൽ മതി. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഓക്കെ, ശരി ശരി ശരി, മതി 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 മതി. നമ്മുടെ ഗവൺമെന്റ് സൈൻ ചെയ്ത് പണം വാങ്ങി കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ ജയിക്കിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പൂർത്തീകരിക്കും ശ്രീ ജയിക്ക്, പൂർത്തീകരിക്കും. അതെ, ഏത് പണം? ഏത് പണം? ഏതാ സൈൻ ചെയ്തേ? നിങ്ങൾ പറ. വേറെ എന്തിനാണ് വാങ്ങിയെന്ന് എനിക്കറിയില്ല. സൈൻ ചെയ്ത് പണം വാങ്ങിയത് മലയാളം മനസ്സിലാകുന്ന എല്ലാവർക്കും. നിങ്ങളത് അറിയണമായിരുന്നു. നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വരുമ്പോ 90 കോടി രൂപ എന്തിനു വാങ്ങിച്ചു എന്ന് അറിയാതെ അത് PM ശ്രീയുടെ പണമെന്ന് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ 90 കോടി ഇന്നതാണ് എന്ന് പറയണമായിരുന്നു. PM ശ്രീ സൈൻ ചെയ്ത് പണം വാങ്ങിയെന്ന് പറയുമ്പോൾ PM ശ്രീയുടെ സൈൻ ചെയ്ത് പണം വാങ്ങിയെന്ന് പറയുമ്പോൾ PM ശ്രീയുടെ പണം എന്താ പറയാ?
മാധ്യമപ്രവർത്തകരുടെ ജോലിയാ, അത് എന്റെ ജോലിയല്ല. അല്ലല്ല, PMCയിൽ സൈൻ ചെയ്ത് പണം വാങ്ങി എന്ന് പറഞ്ഞാൽ PMCയിൽ നിന്ന് പണം വാങ്ങി എന്നതാണ് മലയാളം. ജയ്ക്ക് പൂർത്തീകരിക്കൂ പ്ലീസ്. പറഞ്ഞില്ല. മാധു നുണ പറയരുത്. നുണ പറയുക എന്ന വാക്ക് ദീപ്തി മേരി വർഗീസ് പറഞ്ഞ 10 പ്രാവശ്യം പറയാൻ എനിക്കറിയാം. അങ്ങോട്ടുള്ള മര്യാദ ഇങ്ങോട്ടുള്ളൂ, ഇങ്ങോട്ടുള്ള മര്യാദ അങ്ങോട്ടുള്ളൂ. ശരി, നിങ്ങൾ പറയുന്നേ നാവിൽ വരെ വന്നിട്ട് പരസ്പര ബഹുമാനത്തിന്റെ പേരിലാണ് ഞാൻ മിണ്ടായിരുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് പറയുന്നു കൊള്ളാം, നല്ലതാ. ജയ്ക്ക് പറയൂ. അല്ലെന്നേ, നുണയാന്ന് തോന്നിയാ നുണയാന്ന് പറഞ്ഞു. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ചർച്ചയിൽ ഉപയോഗിക്കുന്നത്. വേദനയുടെ സഹതാപത്തോടു കൂടെ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി ശ്രീ കോൺഗ്രസ് നേതാവ് എനിക്കെന്താ വ്യക്തി അവകാശങ്ങൾ ഒന്നുമില്ലേ? ശരി, ഓക്കെ, എന്റെ കയ്യിൽ നിന്ന് സമയം പോയവരോട് ക്ഷമിക്കണം. ശരി ശരി ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. താങ്ക് യു. Debate with Madhu Saji.